തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ മണിക്കൂറുകളോളം കാത്തിരുത്തിയെന്നും വേണ്ട ചികിത്സ നൽകിയില്ലെന്നും പരാതി. കാലിൽ മുറിവുമായി ചെന്ന യുവതിയോട് PPE കിറ്റ് വാങ്ങിവരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും യുവതി ആരോപിക്കുന്നു. പരിക്കേറ്റ് രക്തം വാർന്ന മെഡിക്കൽ കോളേജിലെത്തിയ യുവതിയോട് എക്സ്റേ എടുക്കാനായി നിർദ്ദേശിച്ചു. എക്സ്റേ എടുത്ത ശേഷം ഡോക്ടർമാർ വിരലിലെ എല്ലിന് പൊട്ടലുള്ളതായി പറഞ്ഞതല്ലാതെ രാത്രി 11 മണിവരെയും ഒരു തുടർ ചികിത്സയും ലഭിച്ചില്ലെന്നാണ് യുവതിയുടെ ആരോപണം. ഷൊർണൂർ സ്വദേശിയാണ് പരാതിക്കാരി. ഇന്നലെ ഞാൻ മുനിസിപ്പാലിറ്റി ജീവനക്കാരിയാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് 12 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ബൈക്കിൽ കയറിയിട്ട് പോരുമ്പോ അവിടെ തന്നെ ഒരു തിട്ടുണ്ട്, അതിന് കാല് കൊണ്ടു വണ്ടിയിൽ നിന്ന്. ഷൂ ഉണ്ടായിരുന്നു, ഷൂവിന്റെ ഉള്ളില് പെട്ടിട്ട് അത് ഇങ്ങോട്ട് ഇതായി വരില്ലേ, എന്നിട്ടത് അവിടെ നെക്കൊക്കെ പൊട്ടി നടു പൊളിഞ്ഞ പോലെയായി. എന്നിട്ട് ഞങ്ങൾ നേരെ കുന്നുംപുറം ഹോസ്പിറ്റലിൽ പോയി. കുന്നുംപുറം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു നേരെ ഓട്ടുപാറ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയ പോലെ വെച്ചപ്പോൾ അവിടെ സർജൻ ഉണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങൾ ഓട്ടുപാറ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴും സർജൻ ഇല്ല. അവിടെ 12:30 വരെയുള്ളൂ. എന്നിട്ട് നേരെ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി, അത്താണി അവിടേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ പോയി കാഷ്വാലിറ്റി കയറി. കാഷ്വാലിറ്റിയിൽ നിന്ന് അവർ OP ടിക്കറ്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ കണ്ട് നേരെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 2:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് 2:30 മണി ഉണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞ് എക്സ്റേ എടുത്തു. അങ്ങനെ ഓരോ ടെസ്റ്റും പറഞ്ഞ് രാത്രി 9 മണിയായിട്ട് ഒന്നും ചെയ്യണ് കാണാനില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഓരോന്ന് പറയുമ്പോഴും അവര് തിരക്കുകൾ കഴിയട്ടെ എന്നിട്ട് ചെയ്തു തരാന്നാ പറയണത്. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് 10-11 മണിയായപ്പോൾ ഞങ്ങള് സർജറി ചെയ്യണതിന്റെ അപ്പുറത്തെ ഒരു റൂമുണ്ട്, അവിടെ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ 1 മണിക്കൂറോളം കിടന്നിട്ടും ഇവരൊന്നും ചെയ്യണില്ല. എന്നിട്ട് ലാസ്റ്റ് മറ്റേ നിരീക്ഷണ റൂമുണ്ട്, അവിടെ കിടക്കാൻ പറഞ്ഞു. അവിടെ കിടന്നിട്ട് ഹസ്ബൻഡിന്റെ ഫോൺ നമ്പർ മേടിച്ചു. ഞാൻ വിളിക്കാന്ന് പറഞ്ഞു ഡോക്ടർ. എന്നിട്ട് ഞങ്ങൾ 11 മണി കഴിഞ്ഞ് 11:30 ആയിട്ടും വിളി കാണാനില്ല. എന്നിട്ട് അവിടെ പോയി ഞങ്ങൾ ചോദിച്ചു, ഒന്ന് ഡ്രസ്സ് ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോഴും അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് OP ടിക്കറ്റ് ഇത് കയ്യിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഊരി തരാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഇത് പറ്റില്ലാന്ന് ആരാ പറഞ്ഞത്? പറ്റില്ലാന്ന് ഡോക്ടർ ഒന്ന് ഡ്രസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ പറ്റില്ല തന്നെയാണ് പറഞ്ഞത്. കാലിൽ മുറിവ് സംഭവിച്ചതിന് എന്തിനാണ് PPE കിറ്റ് എന്നതാണ് യുവതിയുടെ ചോദ്യം. രാത്രി 11 മണിവരെയും ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രി വിട്ടു പോരേണ്ടി വന്നുവെന്നും പിന്നീട് മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നുവെന്നുമാണ് യുവതി പറയുന്നത്. PPE കിറ്റ് മേടിച്ചു വരാൻ പറഞ്ഞു, അത് മേടിച്ചു. PPE കിറ്റ് വാങ്ങാൻ ആരാ പറഞ്ഞത്? അത് ഒരു ഡോക്ടറിനെ എഴുതിയത്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് കാണിച്ച ഡോക്ടറല്ല, ആ ഡോക്ടർ വേറൊരു ഡോക്ടറിനെ. പിന്നെ വീണ്ടും ഞങ്ങൾക്ക് വേറെ ഡോക്ടറെ കാണിക്കേണ്ടി വന്നു. പിന്നെ ചെന്നപ്പോ വേറെ ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടറാണ് പറഞ്ഞത്. എന്നിട്ട് അതൊക്കെ മേടിച്ചു വന്നിട്ട് ഇവര് മൈൻഡ് ചെയ്യണില്ല. എന്നിട്ട് പിന്നെ ഞങ്ങള് ലാസ്റ്റ് 12 മണിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഊരാൻ പറഞ്ഞ് കൂരി എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതിൽ OP ടിക്കറ്റിൽ ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പാടില്ല, ഇത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം യുവതിക്ക് ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നും ചികിത്സ വൈകിച്ചതല്ലെന്നും രക്തപരിശോധനയുടെ ഫലം വന്നതിന് ശേഷം ഡോക്ടറെ വന്നു കാണാനാണ് പറഞ്ഞത് എന്നുമാണ് ആശുപത്രി അധികൃതരുടെ വാദം. മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് നൽകിയില്ലെന്നും യുവതി ആരോപിക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.